ചില ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ളുഹ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതായി കേട്ടു. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ അവർ പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സുബ്ഹത്തുൽ ളുഹ ഖത്തുൻ എന്ന് പറയുന്ന ഒരു ഹദീസാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ നമസ്കാരത്തിൽ ആകുന്ന സുന്നത്ത് ഒരിക്കലും നമസ്കരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഹദീസിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ ശേഷം വരുന്ന വാചകങ്ങളിൽ അവർ തന്നെ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്ന അമലുകൾ പോലും ജനങ്ങൾക്ക് പ്രയാസമാകുമെന്ന് വിചാരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹദീസിലെ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നമസ്കാരം നമസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ അത് കാണുന്ന രൂപത്തിൽ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നമസ്കരിക്കാറേ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് അങ്ങേയറ്റം വാത്സല്യമുള്ള കരുണയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വ ഇൻ ഖല്ലാന. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, അത് കുറച്ചാണെങ്കിലും എന്ന്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സുന്നത്ത് പതിവായിട്ട് ചെയ്യും. അപ്പൊ ചെയ്യുന്നത് കണ്ടാൽ നബിന്റെ ഭാര്യമാരും അതുപോലെ തന്നെ സ്വഹാബികളും അത് പതിവായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് അതിൻ്റെ ആവേശം കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വഹി ഇറങ്ങുന്ന കാലമായതുകൊണ്ട് അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ കാണുന്ന രൂപത്തിൽ വീട്ടിൽ വെച്ച് ദുഹ പതിവായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. കൂടുതലും പള്ളിയിൽ വെച്ചോ മറ്റ് സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലും ദുഹ നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്നാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനമായിട്ട് മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി വീട്ടിൽ വെച്ച് അത് നിർവഹിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ നിർവഹിക്കാതിരിക്കാനുള്ള കാരണം അത് നിർബന്ധമാക്കപ്പെടുമോ, അത് പതിവായി ചെയ്യുമ്പോൾ ആളുകളുടെ ആവേശം കാരണം അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് അത് ഉമ്മത്തിന് പിന്നീട് ഒരു പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ രൂപത്തിൽ വീട്ടിൽ നമസ്കരിക്കുന്നത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസിന്റെ താല്പര്യം എന്നാണ് മുഹദ്ദിസീങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. എന്നാൽ ദുഹ നമസ്കരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യം കൊടുത്ത ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അത് സ്ഥിരമായിട്ട് തന്നെ നമസ്കരിക്കുന്ന ഒരു നമസ്കാരമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. പിന്നെ 4 റക്അത്തും 2 റക്അത്തും 8 റക്അത്ത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നമസ്കാരം നിർവഹിച്ചതായിട്ട് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശം, ഔസാനി ഖലീലി, എൻ്റെ കൂട്ടുകാരൻ എന്നെ ഉപദേശിച്ചു, എനിക്ക് വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, 2 റക്അത്ത് ദുഹാ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് എന്നോട് പറഞ്ഞതായി പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഓരോ ശരീരത്തിൻ്റെ മഫ്സലുകൾ എന്ന് പറഞ്ഞാൽ ജോയിന്റുകൾക്ക് സ്വതക്കയുണ്ട്. അങ്ങനെ ശരീരത്തിൻ്റെ മുഴുവൻ ജോയിന്റുകൾക്കും സ്വതക്ക ചെയ്ത പ്രതിഫലം കിട്ടുന്നതാണ് ദുഹാ നമസ്കാരം എന്ന് പറയുന്ന ഹദീസുകൾ. അങ്ങനെ ദുഹാ നമസ്കാരത്തിൻ്റെ പവിത്രത പറയുന്ന, ശ്രേഷ്ഠത പറയുന്ന ധാരാളം ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 8 റക്അത്ത് വരെ നമസ്കരിച്ചതായി സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നമസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നമസ്കരിക്കാറുണ്ട്, അത് പതിവായിട്ട് തന്നെ നമസ്കരിക്കാറുണ്ട്, പല സന്ദർഭങ്ങളിലും നബി അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്ന രൂപത്തിൽ വീട്ടിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത പതിവായിട്ട് നമസ്കരിക്കാറില്ല എന്നതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, പക്ഷേ ആ ഹദീസിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പതിവായി ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന അമല് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ അത് ഒഴിവാക്കും. എന്തിന് ജനങ്ങൾക്ക് അത് പ്രയാസമാകും എന്ന് വിചാരിച്ചിട്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വെച്ച് അത് പതിവായിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ നമസ്കരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല എന്നതാണ് അവർ പറയുന്ന ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം കൊടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു തആല അഅലം.